ഈ ലാവലിൻ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം നടക്കുന്ന സമയത്ത് ടെൻഡറിൽ ലാവലിൻ കമ്പനി ടെൻഡറിൽ പങ്കെടുക്കാതിരിക്കുന്നതിന് പകരം ഒരു ക്യാൻസർ സെൻറ്റർ പണിയാൻ 100 കോടി രൂപ കൊടുക്കും എന്നുള്ളൊരു പ്രപ്പോസൽ വന്നു. അതെ, ആ പ്രപ്പോസൽ വന്ന സമയത്ത് അന്ന് ധനകാര്യ സെക്രട്ടറി ആയിരുന്ന എസ് വരദാചാരി അദ്ദേഹം ചോദിച്ചു, ഇതെന്താണ് ഇങ്ങനെ? അന്ന് പിണറായി വിജയൻ ഊർജ്ജ വകുപ്പ് മന്ത്രിയാണ്. ഇതെന്താണ് ഇങ്ങനെ? ഞാനിങ്ങനെ ഒന്നും കേട്ടിട്ടില്ലല്ലോ, ഇത് ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ കേൾക്കുന്നത്, ഇത് ഒരു കോമൺ സെൻസിന് ചേരുന്നതല്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഊർജ്ജ വകുപ്പ് മന്ത്രി പിണറായി വിജയൻ വരദാചാരിയുടെ തല പരിശോധിക്കണം എന്നാണ് ഫയലിൽ എഴുതി വെച്ചത്. ആ ഫയൽ പിന്നീട് കത്തിക്കളഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. CBI നോക്കിയിട്ടൊന്നും കിട്ടിയില്ല. അപ്പോൾ ഈ പിണറായി വിജയൻ രണ്ട് കൈയും പൊക്കിപ്പിടിച്ചിട്ട് എൻ്റെ കൈകൾ ശുദ്ധമാണ് എന്ന് പറയുമ്പോൾ അതുപോലൊരു തലപരിശോധന ഇവിടെ വേണ്ടി വരുമോ എന്നുള്ളൊരു സംശയമാണ് എനിക്ക് ഉള്ളത്. വളരെ എലിമെൻ്ററി ആയിട്ടുള്ളൊരു ചോദ്യം. ഒരു LP സ്കൂൾ അധ്യാപികയായിരുന്ന ഭാര്യയുടെ ശമ്പളവുമായി പിണറായി വിജയൻ മകളെ ബാംഗ്ലൂരിലേക്കാണ് വിട്ടത്. ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ IT ഹബ്ബാണ്. ആ IT ഹബ്ബിലേക്ക് LP സ്കൂൾ അധ്യാപികയായിട്ടുള്ള ഭാര്യയുടെ പെൻഷനും കൊണ്ട് പിണറായി വിജയൻ വിട്ടു എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർ പോട്ടെ, പിണറായി വിജയൻ ഇങ്ങനെ കൈ നെഞ്ചത്ത് വെച്ചെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പിണറായി വിജയന് പോലും അത് വിശ്വസിക്കാൻ പറ്റില്ലായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ല, ഈ പെൻഷൻ ആനുകൂല്യങ്ങൾ എത്ര കിട്ടും? അല്ല, ഞാൻ ചോദിക്കുന്നത് എത്ര, ഞാൻ അതിലേക്ക് വരികയാണ്. അത് എത്ര കിട്ടും? ഒരു 1% കമ്പനിയാണ് രൂപീകരിച്ചത്. അത് 2014 രൂപീകരിച്ചത്. ആ രൂപീകരിച്ച സമയത്ത് ഒരു പൈസയുടെ വിറ്റുവരവ് വീണ വിജയൻ ഇല്ലാതിരുന്ന സമയത്ത് ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് 50 ലക്ഷം രൂപയുടെ ഓവർ ഡ്രാഫ്റ്റ് ഈ 10 പൈസയുടെ വിലയില്ലായിരുന്ന പിണറായി വിജയൻ്റെ മകൾക്ക് കിട്ടിയെങ്കിൽ അത് എവിടുന്നാണ് കിട്ടിയത്? പിണറായി വിജയ 50 ലക്ഷം രൂപയുടെ ഓവർ ഡ്രാഫ്റ്റ് ധനലക്ഷ്മി ബാങ്ക് കൊടുക്കുകയാണ്. ആർക്കാ കൊടുക്കുന്നത്? ഒരു പൈസയുടെ പോലും വിറ്റുവരവില്ലാത്തൊരു കമ്പനി നടത്തുന്ന ഒരു വനിതയ്ക്ക് ഞാനോ അനിൽ നമ്പ്യാരോ ചെന്ന് കഴിഞ്ഞാൽ ധനലക്ഷ്മി ബാങ്ക് ഒരു നയ പൈസ തരുമോ? തരില്ല. അതിനുശേഷം എവിടുന്നൊക്കെ പൈസ കിട്ടി ഇവർക്ക്? കരിമണൽ കർത്താവിൻ്റെ ഭാര്യയുടെ കമ്പനിയായിട്ടുള്ള എംപവർ ഇന്ത്യയിൽ നിന്ന് പണം കിട്ടി, ഊരാളുങ്കലിൽ നിന്ന് പണം കിട്ടി, സാന്റാ മോണിക്കയിൽ നിന്ന് പണം കിട്ടി. ഇതെല്ലാം തന്നെ പൊതുമണ്ഡലത്തിൽ ഉള്ളതല്ലേ? ഇനി ബെർലിൻ കുഞ്ഞനന്ദൻ നായർ പറഞ്ഞിട്ടുള്ളത് എന്താ? അമൃതാനന്ദ മന്ത്രിയുടെ എഞ്ചിനീയറിംഗ് കോളേജ് ചെന്നിട്ട് പ്രവേശന പരീക്ഷ പോലും എഴുതാതാണ് അഡ്മിഷൻ കിട്ടിയെന്നല്ലേ ബെർലിൻ കുഞ്ഞനന്ദൻ നായർ പറഞ്ഞത്. എന്നിട്ട് അവിടെ നിന്ന് പാസ്സായി ഇറങ്ങി. അതാണ് 3ാം ക്ലാസ്സിലെ മറ്റേ പാസ്സായെന്നാണ് എൻ്റെ വിവരം. എനിക്ക് അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അവിടുന്ന് പാസ്സായി ഇറങ്ങിയ ഉടനെ തന്നെ ഈ പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ എങ്ങോട്ടാണ് കയറിപ്പോയത്? RP ഇൻഫോടെക് എന്ന് പറഞ്ഞ രവി പിള്ളയുടെ കമ്പനിയിലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടല്ലേ കയറിയത്. സാധാരണ ഇതിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണെങ്കിൽ ഒരു 25 വർഷമെങ്കിലും കഴിയണ്ടേ? പിന്നെ അവിടുന്നാണ് അവരെ 2014 ഈ ഭാര്യയ്ക്ക് കിട്ടിയ തുച്ഛമായ പെൻഷൻ തുകയുമായി ഈ പാവപ്പെട്ട നിസ്വനായ ദരിദ്രനായ പിണറായി വിജയൻ മകളെ അങ്ങോട്ട് കയറ്റി വിടുന്നത്. അവർക്ക് കിട്ടിയ പൈസയുടെ കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചത്. അവരുടെ കമ്പനിയിൽ 32 ജീവനക്കാരുണ്ടായിരുന്നു. ആ 32 ജീവനക്കാർക്ക് ഞാൻ മനസ്സിലാക്കിയിടത്തോളം 2,90,00,000 രൂപയാണ് ശമ്പളമായിട്ട് കൊടുത്തത്. എവിടുന്നാണ് ഈ പൈസ എല്ലാം കിട്ടിയത്? എൻ്റെ പിണറായി വിജയൻ എന്താ പറയുന്നത്? കൈകൾ ശുദ്ധമാണെന്നും പറയുന്ന പിണറായി വിജയ, നിങ്ങൾ 2004 ഈ വീണ വിജയൻ്റെ സഹോദരനായിട്ടുള്ള വിവേക് തായിക്കണ്ടിയിലിനെ ഇംഗ്ലണ്ടിൽ ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വിട്ടപ്പോൾ ആദ്യ വർഷം കൊടുത്ത 42 ലക്ഷം രൂപ 2004 നിങ്ങളുടെ രണ്ടാമത്തെ മകന് ബർമിംഗ്ഹാമിൽ പഠിക്കാൻ കൊടുത്ത 42 ലക്ഷം രൂപ ഏത് മുതലാളിയാണ് പിണറായി വിജയൻ തന്നത്?